കോഴിക്കോട് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അതിരുവിട്ട ഓണാഘോഷ നടപടിയിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി റിയാസ് ഇപ്പോൾ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. റിയാസ്, ഇപ്പോൾ കുട്ടികൾക്കെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? അനുപ്രിയ, അല്പം മുൻപാണ്, തൊട്ടു മുൻപാണ് നമ്മൾ ഈ വാർത്ത നേരത്തെ നൽകിയതിനെ കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഫറൂഖ് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പിന്നീടാണ് നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടത്. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഇപ്പോൾ ഇതാ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുത്തിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി ഈ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് എത്ര പേർക്കെതിരെയാണ് കേസ് എന്നുള്ള കണക്ക് അത് 1 മണിക്കൂറിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 12 മണിയോടുകൂടി അത്തരത്തിലൊരു തീരുമാനം എടുക്കാമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വലിയ നഗ്നമായൊരു നിയമലംഘനം തന്നെയാണ് ഇവിടെ നടന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഇത്തരത്തിൽ ഓണാഘോഷം അല്ലെങ്കിൽ അതിന്റെ ഭാഗമായുള്ള അർമാദം ഒക്കെ നല്ലതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു ആഘോഷവും ഒരു അർമാദവും നല്ലതല്ല എന്നുള്ളതാണ്. നിയമം കൃത്യമായി പാലിക്കേണ്ട ബാധ്യത നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്തെ പൗരൻ എന്ന രീതിയിൽ നമുക്കും ആ കുട്ടികൾക്കുമുണ്ട്. ഇവിടെ കൃത്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ മോട്ടോർ വാഹന നിയമത്തിന്റെ നഗ്നമായൊരു ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരമൊരു നഗ്നമായ നിയമലംഘനം ഇവിടെ നടന്നു എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും വിലയിരുത്തുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വാഹനത്തിന്റെ ഫുട് സ്റ്റെപ്പിൽ കയറിയിരുന്നു, ഡോറിൽ കയറിയിരുന്നു, വാഹനത്തിന് മുകളിൽ കയറിയിരുന്നതുമൊക്കെ വിദ്യാർത്ഥികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ, ലിംഗ വ്യത്യാസമില്ലാതെ ഇവിടെ നിയമലംഘനത്തിൽ എല്ലാവരും ഒന്നായി എന്നുള്ള ഒരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമെതിരെയും കേസുണ്ട് എന്നുള്ളതാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്ര പേരാണ് എന്നുള്ളത് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം അവരുടെ എത്ര പേർക്കെതിരെ എന്നുള്ള കാര്യം വ്യക്തമാക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അനുപ്രിയ, ഓണാഘോഷത്തിന്റെ ഭാഗമായി അതീവ ഗുരുതരമായ നിയമലംഘനം നടത്തിയ ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് റിയാസ് നൽകിയത്.